ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. ആ നേതാവിന്റെ അനുയായികൾക്ക് എന്ത് പറ്റിപ്പോയി? മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. എവിടെ നോക്കിയാലും ബഹുമാനപ്പെട്ട, എവിടെ നോക്കിയാലും മുസ്തഹ്സീങ്ങൾ, പരിഹസിക്കുന്നവർക്ക് ഇസ്ലാമിൽ ചാൻസ് ഇല്ല. അതുകൊണ്ട് പരിഹാസത്തിന്റെ ക്ലിപ്പിങ്ങുകളുടെ LCD-കൾ പൂട്ടി വെക്കണം. അത് വേണ്ട, നമുക്ക് അതിവിടെ ഉണ്ടായിരുന്നില്ല. അത് വേണ്ട, LCD ക്ലിപ്പിങ്ങുകൾ വേണ്ട, അത് പൂട്ടി വെക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് പരിശുദ്ധ ഖുർആനും ഹദീസും ഓടിയിട്ട് ഹബീബിന്റെ സ്വഭാവം വർണ്ണിച്ച് ക്ഷണിക്കുക. ഹബീബായ റസൂലുള്ളാഹിയുടെ സ്വഭാവം കേട്ടാൽ ആരാണ് മനുഷ്യരെ സ്വീകരിക്കാത്തത്? ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരിക്കൽ കാലിക്കറ്റ് ടവറിൽ നടന്ന ഒരു യോഗത്തിൽ, യേശുദാസും കൂടെ ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ ഞാൻ പുണ്യനബിയെ കുറിച്ച് പ്രസംഗിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ ആ സദസ്സിൽ പങ്കെടുത്തവർ ഈ കൂട്ടത്തിലുണ്ടാവും. ഈ കോഴിക്കോട്ട് കാലിക്കറ്റ് ടവറിൽ 2 കൊല്ലം മുമ്പ് ഒരു ചെറിയ ഒരു മീറ്റിംഗ്, ഒരു ഇന്റേണൽ മീറ്റിംഗ് നടന്നതിൽ ഹബീബ റസൂലുള്ളാഹിനെ പറ്റി ഞാൻ പ്രസംഗിച്ചു. അതിലൊരു ഉദ്ഘാടകനോ മറ്റോ ആയിട്ട് യേശുദാസുമുണ്ട്. യേശുദാസിന്റെ പ്രസംഗം കഴിഞ്ഞു, MT വാസുദേവൻ നായരുടെ പ്രസംഗം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രസംഗിച്ചു. ആ കൂട്ടത്തിലൊരു എളിയവനാണ് ഞാൻ. മന്ത്രി മുനീർ പ്രസംഗിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ എളിയവനാണ് ഞാൻ. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. യേശുദാസ് ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ ഹബീബ നബിയെ പറ്റി പറഞ്ഞു. സ്വല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്പം പ്രസംഗിച്ചു. റസൂലുള്ളാഹിയുടെ കാരുണ്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ വേദിയിലിരുന്ന് യേശുദാസ് കരഞ്ഞുപോയി. പ്രസംഗം കഴിഞ്ഞ് എണീറ്റാണ് എന്നെ കൂട്ടിപ്പിടിച്ച്. നബിയുടെ കാരുണ്യം കൊണ്ട് കരഞ്ഞുപോയി. യേശുദാസ് കരഞ്ഞുപോയി. മന്ത്രി മുനീർ പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ മദ്രാസിൽ വെച്ച് യേശുദാസിനെ കണ്ടിരുന്നു, അയാൾ നിങ്ങളെപ്പറ്റി ചോദിച്ചു. ചിന്തിക്ക്, അള്ളാന്റെ ഹബീബിന്റെ കാരുണ്യം കണ്ട് ആരാ മനുഷ്യന്മാരെ കരയാത്ത? ഏതാ മുസ്ലിമും കരയൂല്ലേ? ഇതല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? നടുറോട്ടിലിറങ്ങിയിട്ട് തമ്മിൽ നമ്മൾ ഈ കാണിക്കുന്നതിന്റെ നമ്മൾ നമ്മുടെ കിടക്കയിൽ തന്നെ വിസർജിക്കുകയല്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളിപ്പോ എന്തായി ചെയ്യുന്നത്? നമ്മളെ കിടക്കയിൽ നമ്മൾ വിസർജിക്കുക. അതിന്റെ വൃത്തികെട്ട ഗന്ധം കൊണ്ട് ശ്വാസം മുട്ടേണ്ടത് നമുക്ക് തന്നെ, നമ്മുടെ പിൻതലമുറക്കും. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അയിനല്ല കാദീന ഹബീബായ മുഹത്തീബ് തൂബ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറഅതു ഫീ സബൂർ ദാവൂദ് നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത സബൂർ വേദത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആര് പറയാ? നമ്മളെ ദീനി ദഅവത്തിന്റെ പിതാവാണ് ആര്? പറ കേരളത്തിലെ ദീനി ദഅവത്തിന്റെ പിതാവാരാ? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. കേട്ടോ, നമ്മുടെ ദഅവത്തിന്റെ പിതാവാണ് ആര്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയാം, ഖറഅതു ഫീ സബൂരി ദാവൂദ് നബിയുടെ സബൂർ എനിക്ക് കിട്ടി. ഞാനത് വായിച്ചപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, അള്ളാന്റെ ഒരു വാക്കുണ്ട്, തൂബാ ലിമൻ ലം യസ്ലുക് സബീലൽ ആസിമീന, കുറ്റക്കാരുടെ വഴിയിൽ പ്രവേശിക്കാത്തവർക്ക് സ്വാഗതം. വലം യുജാലിസ് ലിൽ ഖാതിഈന, പിഴച്ചവരുടെ കൂടെ ഇരിക്കാത്തവർക്ക് സ്വാഗതം. വലം യദ്ഖുൽ ഫീ ഹുസുഹിൽ മുസ്തഹ്സിഈന, മനുഷ്യരെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരാത്തവർക്ക് സ്വാഗതം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് സബൂർ വേദത്തിലുള്ളതായി ഞാൻ കണ്ടുകൊണ്ട് കേരളത്തിന്റെ ദഅവത്തിന്റെ പിതാവാണ് മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു. ഇവിടെ നമ്മൾ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പുറകോട്ട് പോകുന്നു. ഇത് വെറുതെ പറയല്ല, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമായി ചിന്തിക്കണം. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല യുഖാൽ യൗമൽ ഖിയാമ അയ്ന അല്ലദീന കാനൂ യുനസ്സിഹൂന അൻഫുസഹും വഅസ്മാഅഹും അനിൽ ലഹ്വി മിൻ മസാമീർ ശൈത്താൻ, തമാശകളിൽ നിന്ന് സ്വന്തം നഫ്സിനെ ഒഴിവാക്കി നിർത്തിയവർക്കിതാ അവർക്ക് അല്ലാഹുവിന്റെ വല്ലാത്ത സ്വർഗീയ സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് പറയപ്പെടുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ വിഷയത്തിൽ നിന്ന് ഓടുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم. الله സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്ത്. ഒരു വിഭാഗവും ഒരു വിഭാഗത്തെയും കളിയാക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തറിയാം, ആ വിഭാഗം മറ്റൊരു നിലക്ക് അള്ളാഹിന്റെ അടുക്കൽ നിങ്ങളെക്കാൾ നല്ലവരായിക്കൂടെ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. ഒരു വിഭാഗവും അബദ്ധത്തെ തിരുത്തി കൊടുക്കാം. ഒരു വിഭാഗവും ഒരു വിഭാഗത്തെ പരിഹസിക്കാൻ, കളിയാക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തറിയാം, ആ വിഭാഗം മറ്റു പല നിലക്കും അള്ളാഹിന്റെ അടുക്കൽ നിങ്ങളെക്കാൾ
നല്ലവരായിക്കൂടെ? അവർ നിങ്ങളെക്കാൾ നേരത്തെ സ്വർഗത്തിലെത്തുന്നവരായിക്കൂടെ? നിങ്ങൾക്ക് സ്വർഗത്തിനെ പറ്റി എന്തറിയും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. സൂറത്തുൽ ഹുജറാത്തിന്റെ 11-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്ന ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. ഒരാളോട് ജാസൂസിന്റെ പണിയെടുക്കരുത്. റിങ് അടിച്ച് ഒരു ഫോൺ റിങ് എടുത്തു ഒരു മുസ്ലിയാര്. അപ്പുറത്ത് വേറൊരാൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സാധുവിന് എന്തറിയും? അപ്പം മറ്റേ ഇങ്ങനെ ചോദിച്ച്. ഒരു സ്വാഭാവികമായ ഒരു ഫോൺ സംഭാഷണത്തിൽ മനുഷ്യർ എന്തൊക്കെ പറയാം. അതിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പറയാം. ഉമ്മൻചാണ്ടി ശരിയല്ല അങ്ങനെ പറയാലോ. സ്വന്തം ഇയാൾ ഉമ്മൻചാണ്ടിയുടെ ആളുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ പറയാം. ചിലപ്പോൾ അയാള് കോൺഗ്രസ്സുകാരനായിരിക്കാം. എന്നാലും ആയിടക്ക് മൻമോഹൻ സിംഗ് ചെയ്ത ഒരു അബദ്ധത്തിന്റെ കാര്യത്തിൽ പറയും, അയാൾ ചെയ്ത് ശരിയായില്ല, നിന്നെ മിണ്ടണ്ട, അങ്ങനെ പറയാം. ഇങ്ങോട്ട് പറയാ. ഒരു ആലിമിനെ പറ്റി പറയാ. നമ്മൾ തമ്മിൽ പറയാ, പള്ളിയുടെ ഉസ്താദ് ചെയ്തത് ശരിയായില്ല എന്ന് പറയാലോ. ഒരു സംഭാഷണത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയാലോ. അത് നേരെ അപ്പുറത്ത് കോപ്പിയാക്കുക. എന്നിട്ട് നേരെ പിറ്റേന്ന് ഹിന്ദുക്കളടക്കം എല്ലാവരും, ആ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരൊക്കെ ഉള്ള വലിയ കവലയെ കൊണ്ടുവന്നിട്ട് ഒരു ആലിമിന്റെ ഹുർമത്തിനെ പറിച്ചു ചെയ്യുന്ന വിധത്തിൽ പ്രശംസിക്കുക. എന്നിട്ട് ആയിരക്കണക്കായ ആളുകൾ കൂടിയിട്ട് കിളകളാന്ന് ചിരിക്കുക. ഇതെന്ത് ദീനാംശന്മാര്? ഇതെവിടെ ഇപ്പൊ നമ്മൾ എത്തിയത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാരെ, ഈ തലച്ചോറിന്റെ ഉള്ളിൽ ബാധിച്ച ഓഫലത്ത് ഒന്ന് ഒഴിവാക്കിയിട്ട് അള്ളാഹിനെ പറ്റി ഒന്ന് ചിന്തിക്കും മനുഷ്യന്മാരെ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وبعث مقام محمود الذي وعدته رزقنا شفاعة. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم لما بين أيديهم وما خلفهم لا يحيطون بشيء إلا بما شاء وسع كرسيه السماوات والأرض لا يؤوده حفظهما وهو العلي العظيم. ചിന്തിക്കുക മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ഈ മനുഷ്യനോട് സംസാരിക്കാൻ വയ്യ. ആ സംസാരം പിന്നെ നമ്മൾ കേൾക്കുക. പിന്നെ നമ്മൾ ഒരു റോട്ടിലൂടെ പോകുമ്പോൾ നമ്മളെ ഒരു ക്ലിപ്പിംഗ് അപ്പുറത്ത് ഒരു ഫോൺ ചെയ്ത ഒരു മനുഷ്യൻ എന്തൊക്കെ പറയാം. മനുഷ്യന്മാർ പല സമയത്തും മനുഷ്യന് പല സ്വഭാവമല്ലേ, പല രീതിയല്ലേ, എന്തൊക്കെ പറയാം. വേണമെങ്കിൽ വീട്ടിലെ കുട്ടികളോട് ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരും ദേഷ്യപ്പെട്ട് മറ്റേ ഫോണാണ്. ആ ഫോണിൽ എന്താ ചോദിച്ചാൽ അപ്പോൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ ചൂടാവാം. ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഏറ്റവും മോശമായി സംസാരിക്കുക. നേരെ അതിങ്ങോട്ട് ചോർത്തുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് അതാണ് പ്രദർശിപ്പിക്കുക. എന്തതിൻ്റെ ഹുക്കുമ്? ഇതിന്റെ ഹുക്കുമെന്ന് പറയും. ഇതിനെപ്പറ്റി താനി തമ്മാടിത്തരെന്നല്ലേ പറയുക. ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രബോധകന്മാരെ വേഷം കിട്ടിയവര്
കൊയിലാണ്ടിന്നും പാലക്കാടുന്നും അവർ മംഗലാപുരത്ത് പോവുക. എന്നിട്ട് അവിടെ പോയി പ്രദർശിപ്പിക്കുക. ഈ യാത്രയുടെ പേരെന്താ? ഇത് സഫറുൽ മാസിയത്തല്ലേ? ഇത് മാസിയത്തിന്റെ യാത്രയല്ലേ? വേറൊരുത്തന്റെ ഫോണ് ചോർത്തിയത് പ്രദർശിപ്പിക്കാൻ വേണ്ടി പോണത് തെറ്റായ യാത്രയല്ലേ? ഇത് ജമ്മും കസറും ജായിസാവോ? ഇസ്ലാമിന്റെ വലിയ അനുകൂല യാത്രക്കുണ്ടോ? എന്താ യാത്ര നോക്കുമ്പോ വേറൊരുത്തന്റെ ഫോണെടുത്ത് ചോർക്കുക, അയാൾ രഹസ്യമായി പലതും പറയും, അത് കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കുക. എന്നിട്ട് അതിന് യാത്ര ചെയ്യുക, ഈ കൊടച്ചറൊക്കറൊക്കെ വാരിക്കെട്ടി പോവുക. എന്നിട്ട് അത് മംഗലാപുരത്തും പാലക്കാടും തിരുവനന്തപുരത്തും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക. വൈദൂരം അവർ ജമ്മും കസറൊക്കെ. ഇവർക്ക് എന്ത് ജമ്മും കസറുണ്ട്? ഇവരോ നാശാവുന്നു. ഇവരെ കൂടെ പോകുന്ന ഡ്രൈവർമാരെ അവസ്ഥ എന്താ? അവർക്കും ജമ്മും കസറുണ്ടല്ലോ. അവർ മാസിയത്തിനെ സഹായിക്കാൻ പോകുന്നവരല്ലേ? ഇനി അതിനവിടെ പോയി പ്രസംഗിച്ച് പോരുമ്പോൾ സംഘാടകർ എന്തോ ഒരു പാരിതോഷികം കൊടുക്കും. ആ പാരിതോഷികം കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് രാവിലെ അടുത്ത കടയിൽ നിന്ന് കുറച്ച് അരി വാങ്ങുക, എന്നിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കുക. ഈ മോൻ ദജ്ജാലാവൂലേ? നിങ്ങളൊന്നും വിചാരിക്കരുത്, അല്ലാന്ന് പറയാൻ പറ്റിയ ആണുങ്ങളുണ്ട് എനിക്ക്. അങ്ങനെ ആവൂല മൂല്യരെ, അത് അത്ര വലിയ തെറ്റൊന്നുമില്ല പറയാൻ പറ്റിയ ആൺകുട്ടിയെ എനിക്ക്. എന്താ ഈ കാട്ടിക്കൂട്ടുന്നതിനെ നോക്കും? ഒരു മനുഷ്യന്റെ രഹസ്യ സംഭാഷണം ഫോണും കൊണ്ട് ചോർക്കുക, എന്നിട്ട് നാടാ കൊണ്ട് പ്രദർശിപ്പിക്കുക. ഈ ഇസ്ലാമല്ലേ മനുഷ്യന്മാരായിട്ട്? എന്ത് തോന്നിയാസം നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത്? എന്നാൽ അന്യ സമുദായക്കാരെ മുന്നിൽ ആ നാട്ടിലെ മാന്യതയുള്ളൊരു നാണം കിട്ടും. ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ പറയാ, കവലകളിൽ തലേന്ന് നടന്ന ചില സംഭവങ്ങളെയും ക്ലിപ്പിങ്ങളെയും കുറിച്ച് തൊട്ടടുത്ത കസലിരിക്കുന്ന ദിവാകരൻ പറഞ്ഞത് ചിരിക്കുന്നത് കേട്ടിട്ട് തോന്നി പോവാണ്. ആരാ? മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ അവനെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരാ? മുസ്ലിമീങ്ങൾ. അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരെ സ്വഭാവം, അവരെ പെരുമാറ്റം, അവരെ